നാളെ പാകിസ്ഥാനിൽ നേരിട്ടുള്ള മധ്യസ്ഥ ചർച്ച നടക്കുമോ എന്ന ആശങ്ക ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കെ ഏറ്റവും പുതിയ അപ്ഡേറ്റായി വന്നിരിക്കുന്നത് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് വിമാനത്തിൽ കയറാൻ വേണ്ടി പുറപ്പെടാൻ ആ ഒരു രീതിക്ക് തയ്യാറായി നിന്നിട്ട് വളരെ പെട്ടെന്നൊരു അടിയന്തര യോഗമെന്ന് പറഞ്ഞ് വൈറ്റ് ഹൗസിലേക്ക് പോയെന്നും ആ യോഗത്തിൽ പങ്കെടുത്തിട്ട് പിന്നെ പറ്റുമെങ്കിൽ പോയാൽ മതി എന്നുള്ള ധാരണയിലേക്ക് എത്തിയെന്നുമാണ് അതിന് കാരണമായി പറയുന്നത്. പാകിസ്ഥാൻ എത്ര നിർബന്ധിച്ചിട്ടും ഇറാൻ അന്തിമമായി ഈ ചർച്ചയിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്ന കാര്യമൊന്നും വ്യക്തമായി പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടാണെന്നാണ്. ഇറാൻ ഇക്കാര്യത്തിൽ പറയുന്നത് അമേരിക്കയുടെ നാവിക വ്യൂഹം ഹോർമൂസിൻ്റെ പരിസരത്ത് നിന്ന് മാറിത്തന്നാൽ മാത്രമേ ഈ വിഷയത്തിൽ ചർച്ചയ്ക്കിനി സാധ്യതയുള്ളൂ എന്നാണ്. എങ്കിലും ചർച്ചയ്ക്ക് ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമായിട്ട് പങ്കെടുക്കാമെന്നൊക്കെ ഇന്നലെ CNN ഇറാൻ്റെ ഉന്നത വൃത്തങ്ങൾ പറഞ്ഞതായി റിപ്പോർട്ട് വന്നിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ ഇറാനിലെ സെമി ഗവൺമെൻറ് മീഡിയകളും ഗവൺമെൻറ് മീഡിയകളും പറയുന്നത് ഇക്കാര്യത്തിൽ ഒരു ഹാജർ സംബന്ധിച്ചുള്ള തീരുമാനം എടുത്തിട്ടില്ല എന്നാണ്. പാകിസ്ഥാൻ പറയുന്നു, ഞങ്ങൾ പരമാവധി സമ്മർദ്ദപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇറാന് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി. ചർച്ച നടന്നാലും നടന്നില്ലെങ്കിലും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഇറാനും അമേരിക്കയും ചർച്ച നടത്തിയാലും ഇല്ലെങ്കിലും നാളെ സമയം കഴിയുമ്പോൾ അമേരിക്ക ഇറാനെ ബോംബിട്ട് നശിപ്പിക്കുമെന്ന പ്രഖ്യാപനവുമായിട്ടാണ് ട്രംപ് ഏറ്റവും പുതിയ രൂപത്തിൽ വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇനി ഒരു കാരണവശാലും ഇളവുകൾ നൽകിക്കൊണ്ട് ഈ വെടിനിർത്തൽ മുന്നോട്ടുകൊണ്ട് പോവില്ല, അതിൻ്റെ സമയമാകുമ്പോൾ അത് സംഭവിച്ചിരിക്കും എന്ന സൂചനയാണ് ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതിനിടയിൽ ഇറാൻ ഗവൺമെൻറ് മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഫാഴ്സ് ന്യൂസ് ഏജൻസി ചില വീഡിയോ സഹിതം അല്പം മുമ്പ് പുറത്തുവിട്ടിരിക്കുന്നത് ഹോർമൂസ് വഴി ഞങ്ങൾ ബ്ലോക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ലാതെ കപ്പലുകൾ പോവുകയാണല്ലോ എന്ന് പറഞ്ഞുള്ള ചിത്രങ്ങൾ പുറത്തു നൽകിയിരിക്കുകയാണ്. ടെലഗ്രാം ആ വിഷ്വൽസൊക്കെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്, ഫാഴ്സ് ന്യൂസ് ഏജൻസിയെ സോഴ്സ് ആക്കി പറഞ്ഞുകൊണ്ട്. എന്നാൽ CNN, BBC അടക്കമുള്ള മാധ്യമങ്ങൾ ഇറാൻ വൃത്തങ്ങളോട് ഇക്കാര്യം ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടി കിട്ടിയിട്ടില്ല എന്നും പറയുന്നു. അപ്പോൾ ഹോർമൂസിലൂടെ ഒരു പ്രശ്നവും കൂടാതെ കപ്പലുകൾ കടന്നു പോകുന്നു, സുരക്ഷിതമാണ് എന്ന് ഇറാൻ പറയുമ്പോഴും അവിടെ ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ഏത് വാർത്തകൾ എങ്ങനെ വിശ്വസിക്കുമെന്നൊരാശങ്ക ലോകത്തിനുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായി മാറിയിരിക്കുകയാണ്. ഒന്ന് നോക്കണേ, ഫെബ്രുവരി 28 യുദ്ധം ആരംഭിക്കാൻ കാരണമെന്തായിരുന്നു? ഒന്ന് ആലോചിച്ച് നോക്കാം. അന്ന് നമ്മൾ പറഞ്ഞ കാരണങ്ങളൊന്നുമല്ല ഇപ്പോൾ ഹോർമൂസ് എന്നത് മാത്രമായി യുദ്ധം തുടർന്നു പോകുന്നതിൻ്റെ കാരണം മാറിയിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു സംഭവവികാസമുണ്ടായത്, ഇറാൻ്റെ ഒരു കപ്പൽ ഇറാൻ്റെ എണ്ണയുമായിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ കഴിഞ്ഞ ദിവസം പോകുമ്പോൾ അമേരിക്കൻ സേനാംഗങ്ങൾ ആ കപ്പലിലേക്ക് നുഴഞ്ഞു കയറി അതിനെ പിടിച്ചു വെച്ചു എന്ന റിപ്പോർട്ട് വരുന്നുണ്ട്. അതിൽ ഇറാൻ ശക്തമായ ദേഷ്യം പ്രകടിപ്പിക്കുകയും ഇത് ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് എതിരാണെന്ന് പറയുകയും തിരിച്ചടി ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുമെന്ന് ശക്തമായ മുന്നറിയിപ്പ് അമേരിക്കയ്ക്ക് നൽകുകയും ചെയ്തിരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ ഒരു കടൽ യുദ്ധത്തിലേക്ക് മാറുന്നോ എന്ന സംശയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അമേരിക്ക ഇത് രണ്ടാമത്തെ ഇറാനിയൻ കപ്പലാണ് ഇങ്ങനെ പിടിക്കുന്നത് എന്നും പറഞ്ഞു കേൾക്കുന്നു. അതേസമയം ചൈനയുടെ ഭാഗത്തു നിന്നൊരു കപ്പൽ ഇറാനിലേക്ക് വന്നതും ചൈനയുടെ വലിയൊരു ഗിഫ്റ്റ് അതിനകത്തുണ്ടായിരുന്നു, ആ കപ്പൽ ഞങ്ങൾ പിടിച്ചെടുത്തു എന്നുമാണ് ട്രംപ് മറ്റൊരു അവകാശവാദത്തിൽ പറയുന്നത്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ആളുകൾ ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയില്ല. എന്തായിരുന്നു ചൈനയുടെ കപ്പലിൽ ഉണ്ടായിരുന്ന ഇറാന് വേണ്ടിയുള്ള ഗിഫ്റ്റ് എന്നത് ഇപ്പോൾ പറയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറാൻ തടവിലാക്കിയിരിക്കുന്ന 8 വനിതാ മനുഷ്യാവകാശ പ്രവർത്തകരെ ഉടൻ തന്നെ വിട്ടയക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വിട്ടയച്ചാൽ ആരംഭിക്കാനിരിക്കുന്ന ചർച്ചയ്ക്ക് ഒരു ശുഭസൂചക പ്രാരംഭം എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഒരു അഭ്യർത്ഥന, ഒരു അപേക്ഷ പോലെ ട്രംപ് ഒരു വാചകം സൂചിപ്പിക്കുന്നുണ്ട്. പ്ലീസ് ഡു ദം നോ ഹാം എന്നാണ് ആ വാചകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദയവായി അവർ ഉപദ്രവിക്കരുത്. ഇങ്ങനെയൊക്കെ പ്രിയപ്പെട്ടവരെ ഈഗോയും വാശിയുമൊക്കെ ഇറാനും അമേരിക്കയും പ്രകടിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ നിൽക്കുന്നെങ്കിലും അവസാനത്തെ നിമിഷം ഒരു ചർച്ചാ സാധ്യതയിലേക്ക് പോകും. ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്നവർ സംസാരിക്കും, ഒരു ധാരണയിലെത്തും, സമാധാനം പുലരും എന്നൊക്കെ തന്നെയാണ് കൂടുതൽ പേരും പ്രതീക്ഷിക്കുന്നത്. അതാണ് നമ്മുടെ ഉള്ളിലെ ആഗ്രഹവും ഒരുപക്ഷെ നടക്കാൻ സാധ്യതയുള്ളത് എന്ന് കഴിഞ്ഞ കാല യുദ്ധങ്ങളെയും സംഭവങ്ങളുമൊക്കെ വിശകലനം ചെയ്യുന്ന മാധ്യമങ്ങളും നിരീക്ഷകരുമൊക്കെ പറയുന്നതും അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ ആശിക്കുകയാണ്. ഇനി അമേരിക്കയുടെ ബഡ്ജറ്റിങ്ങുമായി ബന്ധപ്പെട്ടൊരു കാര്യം വലിയൊരു വാർത്തയായിട്ട് വരുന്നത്, അമേരിക്കയുടെ പെൻറ്റഗൺ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് മിഡിൽ ഈസ്റ്റിൽ തന്നെയുള്ള പല സ്ഥലങ്ങളിലും അമേരിക്കൻ താവളങ്ങളിലും ഈ യുദ്ധമുണ്ടാക്കിയിരിക്കുന്ന കനത്ത നഷ്ടം ഇതുവരെ എത്രയാണെന്ന് കണക്ക് കൂട്ടാൻ പോലും കഴിഞ്ഞിട്ടില്ല. അതൊക്കെ ഒന്ന് റീബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി എത്ര കാശ് വരുമെന്ന കണക്ക് കൂട്ടൽ ഇതുവരെ നടത്താൻ പറ്റിയിട്ടില്ല. ചില ഏജൻസികൾ പറയുന്ന പ്രകാരം $1.5 ട്രില്യൺ, ഒരു ട്രില്യൺ എന്ന് വെച്ചാൽ 1 ലക്ഷം കോടിയാണ്, അത്രയും ഡോളർ ചിലവഴിക്കേണ്ടി വരുമെന്നാണ്. ആ കാശ് ആര് തരും, എവിടെ തരും, എന്ന് ശരിയായി വരും
എന്നതിനെക്കുറിച്ച് അറിയില്ല എന്ന് പെൻറ്റഗണുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറഞ്ഞതായി ഈ റിപ്പോർട്ടിലുണ്ട്. ലോക ജനത യുദ്ധത്തിൻ്റെ ആകുലതകളിൽ കഴിഞ്ഞു പോകുമ്പോഴും ലോകത്തെവിടെയുമുള്ള പ്രവാസികൾക്ക്, നാട്ടിൽ കഴിയുന്ന നമ്മുടെ ബന്ധുക്കൾക്ക്, സുഹൃത്തുക്കൾക്ക് ഒക്കെ വളരെ വലിയ വിഷമമുണ്ടാക്കുന്ന ഒരു സംഭവം നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്നത് തൃശ്ശൂരിലെ വെടിക്കെട്ട് പുരകളിലുണ്ടായിരിക്കുന്ന തീപിടുത്തമാണ്. ആ ദുരന്തത്തിൽ 13 പേർ മരിച്ച വാർത്ത ഉച്ചതിരിഞ്ഞ് പുറത്തു വന്നപ്പോൾ എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടുകയും അതിനോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് ആ ദുഃഖത്തിൽ പങ്കുചേരുകയുമാണ്. 13 പേരുടെ മരണം എന്ന് അനൗപചാരികമായിട്ടാണ് പറയുന്നത്. മന്ത്രി വന്ന് സ്ഥലം സന്ദർശിച്ചിട്ട് പറഞ്ഞത് 7 മരണം സ്ഥിരീകരിച്ചുവെന്നും, പക്ഷേ ആശുപത്രി വൃത്തങ്ങളുടെയും മറ്റു സന്നദ്ധ പ്രവർത്തകരുടെയും കണക്കനുസരിച്ച് നിരവധി ശരീരാവശിഷ്ടങ്ങൾ ചിതറിക്കിടപ്പുണ്ട്. അതെല്ലാം കണക്കൂട്ടിയാൽ വീണ്ടും മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. ഇതെങ്ങനെ ഉണ്ടായി? ഇത്രയും വർഷമായിട്ട് ഈ സതീശൻ എന്ന് പറയുന്ന ഒറ്റയാളാണ് ഈ ഇങ്ങനെയുള്ള വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. റിമോട്ടായൊരു സ്ഥലത്താണ് 5 ഏക്കർ ഭൂമിയിൽ ഇങ്ങനെ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള 5 ഏക്കർ ഭൂമിയിൽ സെറ്റ് ചെയ്ത 5 കമ്പപ്പുരകളിലാണ് ഒരു സ്ഥലത്ത് തീപിടുത്തം ഉണ്ടാവുകയും വ്യാപിക്കുകയും അത് പൊട്ടി പടർന്ന് എല്ലായിടത്തുമായി മാറുകയും പ്രകമ്പനങ്ങൾ ഭൂകമ്പം പോലെ അനുഭവപ്പെടുന്നു എന്നാണ് നാട്ടുകാർ പറയുന്ന സാഹചര്യം ഉണ്ടാവുകയൊക്കെ ചെയ്തിരിക്കുന്നത്. ഏപ്രിൽ 24 മുതൽ 27 വരെ നടക്കാനിരിക്കുന്ന തൃശ്ശൂർ പൂരത്തെ ഇതേത് രീതിയിൽ ബാധിക്കുമെന്നുള്ളത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. കളക്ടറും ഗവൺമെൻറ്റും ഒക്കെ വളരെ സംഘടിതമായി തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നതിനും വളരെ സജീവമായി രംഗത്തുണ്ട് എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതാണ്. ഒപ്പം മറ്റു തീരുമാനങ്ങളും പിന്നാലെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദുബായിൽ ഇപ്പോഴും ഡിസ്റ്റൻ്റ് ലേണിംഗ് നടത്തുന്ന ചില പ്രൈവറ്റ് സ്കൂളുകളുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചൊരു സംശയം പൊതുവേ ഉണ്ടായി വന്നിരിക്കുന്നത്, അങ്ങനെ ഓൺലൈൻ വിദ്യാഭ്യാസം മാത്രമാണെങ്കിൽ ട്യൂഷൻ ഫീസൊക്കെ ഒന്ന് കുറയുമോ? പക്ഷേ KHDA എന്ന അതോറിറ്റി പറഞ്ഞിരിക്കുന്നത് ഇക്കാരണം കൊണ്ടങ്ങനെ ട്യൂഷൻ ഫീസ് കുറയ്ക്കാനൊന്നും പറ്റില്ല എന്ന സാഹചര്യം മനസ്സിലാക്കണമെന്നാണ്. ഏപ്രിൽ 23 വ്യാഴാഴ്ച വരെ UAEയിൽ അങ്ങിങ്ങ് മഴയുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കടൽക്ഷോഭത്തിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. Night updates supported by Hashim Hypermarket, Kalyan Jewellers, Lulu, Arin Bakers, eLessons.net, Fira Foods, Dhanvantari Ayurveda, Al-Sud Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Ain Golden Diamonds, Choco World, Vintage Lux Real Estate, Partha Signature Abu Shagara, Sharjah.